ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു മീൻ പൊള്ളിക്കുന്ന ഒരു റെസിപ്പി ചെറുതായിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. സാധാരണ മീൻ വറുക്കാനും പൊരിക്കാനും അറിയാത്ത ആരും ഉണ്ടാവില്ല, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുക. പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി കഴിക്കണം നമുക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ. അങ്ങനെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ഞാൻ എല്ലാ കുക്കിംഗ് വീഡിയോസിലും പറയുന്ന പോലെ തന്നെ എന്നേക്കാൾ നന്നായി നിങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എങ്ങാനും ഇനി മാറ്റി ചിന്തിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മീൻ പൊരിക്കുന്ന സമയത്ത് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാറില്ല. ജസ്റ്റ് ഒന്ന് ഇത് നമ്മൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, ഇത് മാത്രം ജസ്റ്റ് പുരട്ടി കുറച്ച് സമയം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ പൊതുവേ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതൊന്നും ആഡ് ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് മീനിൻ്റെ ആ ഒരു രുചി പോകുന്ന പോലെ തോന്നും. മീൻ അതിൽ കൂടുതലായിട്ട് മറ്റേ ഫ്ലേവേഴ്സ് വരുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഒരു മീൻ മാത്രം ഞങ്ങളൊക്കെ കോര, പുതിയാപ്ലക്കോര എന്നൊക്കെ പറയും. നിങ്ങൾ എന്താ പറയാൻ അറിയില്ല. ഒരു ഗോൾഡ് ഫിഷിൻ്റെ കേട്ടനായിട്ട് വരും, ഒരു റെഡ് മീൻ. ആ സാധനം ഫ്രൈ ചെയ്യുമ്പോൾ മാത്രം ഞാൻ ഈ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് മാമൻ്റെ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മേൻ്റെ ഒരു അനിയത്തിയുണ്ട്, രാമനാട്ടിലുള്ള മിനിയേച്ചി എന്ന് പറയും. മിനിയേച്ചി പണ്ട് കല്ലിൽ അരച്ചിട്ട് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കല്ലിൽ അരച്ചിട്ട് ഒരു കോരേൻ്റെ മുകളിൽ തേച്ച് ഫ്രൈ ചെയ്ത് പൊരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ എത്രയോ ചെറുതാണ്. അത് കഴിച്ചിട്ടുള്ള ആ ഒരു ഫ്ലേവർ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഇത്ര വർഷക്കാലം നമ്മൾ എന്തൊക്കെ കഴിച്ചിട്ട് ആ ഒരു രുചി ഇപ്പോഴും എൻ്റെ നാവിലുള്ളതുകൊണ്ട് കോര കാണുമ്പോൾ മാത്രം, ഈ പുതിയാപ്ലക്കോര കാണുമ്പോൾ മാത്രം ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്യും. വേറെ ഒരു മീനിലും ഞാനത് ചേർക്കില്ല. കോര എനിക്കിങ്ങനെ റോ ആയിട്ട് ഫ്രൈ ചെയ്താൽ എന്തോ ഒരു ടേസ്റ്റ് കിട്ടാത്ത പോലെ തോന്നും. അതുകൊണ്ട് ആ മീൻ മാത്രം ഞാൻ ഈ സാധനങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ അരച്ച് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്യുക. ബാക്കി എല്ലാ സാധനങ്ങളും, എല്ലാ മീനും സാധാരണ കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് മാത്രം ചേർത്തേ ഞാൻ ഫ്രൈ ചെയ്യാറുള്ളൂ. കുരുമുളക് പൊടിയും ഓപ്ഷണലാണ്. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചല്ലോ, അതിന് ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, പുറത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ചുവന്നുള്ളിയാണ് എടുക്കുക. ചുവന്നുള്ളി ആകുമ്പോൾ കുറച്ചും കൂടെ താളി വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ. ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ പറഞ്ഞില്ലേ, കറിവേപ്പില, ഇതെല്ലാം കൂടെ നല്ലപോലെ എത്രത്തോളം സോഫ്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം വെളിച്ചെണ്ണയിൽ കിടന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. ഇത് കുറച്ചും കൂടെ അളവിൽ പിന്നെ ചുവന്നുള്ളി എടുക്കാം കേട്ടോ. സത്യം പറയാൻ എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കണം എന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തില്ല, വാങ്ങാനൊന്നും നിന്നില്ല, ഉള്ളത് വെച്ച് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതങ്ങനെ ആ ഒരു ഗ്രേവി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് വാഴയില എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ട് അതിൽ വെച്ചിട്ട് മീൻ നമ്മൾ ഫുള്ളായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ആ മീനും കൂടെ അതിൽ വെച്ചിട്ട് വാഴയില മടക്കിയിട്ട് വീണ്ടും ഇങ്ങനെ രണ്ട് ഭാഗവും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആ വാഴയിലേൻ്റെ ആ ഒരു സ്മെല്ലും ഈ മസാലയൊക്കെ അതിലിങ്ങനെ ഇറങ്ങി പിന്നെ ഒക്കെ കൂടെ ആ തക്കാളീൻ്റെ പുളിയും ഉള്ളിലുള്ള നീരും എല്ലാം കൂടെ അതിലിറങ്ങിയിട്ട് ആ മീനിൻ്റെ ഫ്ലഷിന് പറയുമ്പോൾ തന്നെ വയൽ വെള്ളം വരുന്നത്. ആ മീനിൻ്റെ ഫ്ലഷ് ഇങ്ങനെ എടുത്ത് തിന്നുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റില്ല, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം അത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ വേറെ മാതിരിയാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അപ്പോൾ ശരി, വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.